ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കോളിഫ്ലവർ എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമെന്ന് നോക്കാം. ഇനി ആദ്യമായി കോളിഫ്ലവർ നല്ല വൃത്തിയായി കഴുകി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് 2 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് വെക്കണം. അതിനുശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് കോളിഫ്ലവർ എടുത്തിട്ട് കടലമാവ് ഒരു 1/4 കപ്പ്, അരിപ്പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പുപൊടി, കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. ഈ പൊടികളെല്ലാം ഒരുപാട് വെള്ളമായി പോരുത്. കുറച്ച് വെള്ളത്തിൽ ഈ മിക്സ് എല്ലാം യോജിപ്പിച്ചിട്ട് കോളിഫ്ലവർ കഴുകി വെച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് മിക്സ് ചെയ്ത് ഇത് അരമണിക്കൂർ ഈ ബാറ്റർ മാറ്റി വെച്ചേക്കണം. എങ്കിൽ നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും കോളിഫ്ലവർ ഫ്രൈ ചെയ്യുമ്പോൾ. ഞാൻ അരമണിക്കൂറൊന്നും വെച്ചിരുന്നില്ല, ഒരു 10 മിനിറ്റോളം വെച്ചിരുന്നു. അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ചീനിച്ചട്ടിയിൽ എണ്ണ നല്ലപോലെ ചൂടാക്കി നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നല്ലപോലെ എണ്ണ ചൂടായി വരുമ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലിട്ട് 2 സൈഡും നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ തിരിച്ചു മറിച്ച് വിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഈവനിങ് സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്യണം. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാണ്. എൻ്റെ മോന് വളരെ ഇഷ്ടമാണ്. അവൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് തന്നെ. കോളിഫ്ലവർ ഫ്രൈ കൊച്ചു കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാണ്. ഡീപ്പ് ഫ്രൈയിൽ ആദ്യം ചെയ്യണം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ ഇത് പാകമായി മനസ്സിലാവും. ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിങ്ങ് എടുക്കണം. എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്സാണ്. വൈകുന്നേരം ചായയുടെ കൂടെ ഇത് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.